മലപ്പുറത്ത് നിന്ന് വന്ന സൂഫി ഡാൻസുകാരുടെ ടീമാണിത്. ശരിക്കും ഇവരുടെ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ പലരും ചിന്തിക്കും ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആണോ, ഒരു ഒരു മതവിഭാഗത്തിൻ്റെ എന്തെങ്കിലും കലാരൂപമാണോ എന്ന് സംശയിക്കാം. എൻ്റെ മനസ്സിലും സംശയം അത് തന്നെയായിരുന്നു. പക്ഷെ അവരെന്നെ തിരുത്തി. നമുക്ക് ശ്രുതിയോട് ചോദിക്കാം. ശ്രുതി, പറയൂ, ഈ സൂഫി സംഗീതം പിന്നെ നിങ്ങളുടെ വേഷവിധാനം ഇതൊക്കെ കാണുമ്പം ഇതൊരു മതവിഭാഗത്തിൻ്റെ മാത്രമാണോ എന്ന് തോന്നിപ്പോകും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ, ഒന്ന് കറക്റ്റ് ചെയ്യാമോ? ഓക്കെ, അത് പുറത്തുനിന്ന് കാണുമ്പോൾ അത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ്. കാരണം നമ്മുടെ ഡ്രസ്സിങ് ആയാലും ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൂഫി അവർക്ക് അനുകൂലമാണ്. അവിടെ മതപരമായിട്ട് അവർക്ക് ഉൾക്കൊള്ളേണ്ട ഒരു എന്താ പറയുക, ഒരു കല തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ പറയത്തക്ക ഇന്ന ജാതി ഇന്ന മതം അവർക്ക് മാത്രം ഓരോ കലയില്ല. ഇന്നത്തെ കേരളത്തിലാണെങ്കിൽ നമുക്ക് എല്ലാ ജാതിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഏത് കല വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മുടെ കേരളോത്സവത്തിനായാലും സ്കൂളിലായാലും നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒപ്പന, കോൽക്കളി, അതുപോലെ ദഫ്മുട്ട്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിലും ഒരു ക്രിസ്ത്യനോ ഒരു ഹിന്ദുവോ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു മതപരമായിട്ടുള്ള ഒരു ഐറ്റം അല്ല. ഇപ്പോൾ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ ഏതൊരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അത് ചെയ്യുന്ന കലയോടുള്ളൊരു എന്താ പറയുക, ആ ഒരു ആത്മാർത്ഥത അത് മാത്രമേ ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നുള്ളൂ. അല്ലാതെ മതമായിട്ടും ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ ഇതുപോലെ ഓണം വാരാഘോഷത്തിന്? വന്നിട്ടുണ്ട്. ഇവരൊക്കെ 1-2 ആളൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വരവിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? കാരണം നമ്മൾ ഒരു ചെറിയ സമയമല്ല, കുറേ അധികം സമയം ഇങ്ങനെ ഇത് പെർഫോമൻസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഇന്നലെ വന്നത് തന്നെ കുറേ കാര്യങ്ങൾ നല്ലൊരു എന്താ പറയുക, കുറേ യാത്ര തന്നെ കുറേ നമുക്ക് പറയാനുണ്ട്. കാരണം ഇവിടെ എത്തിപ്പെട്ടത് തന്നെ ഇപ്പോൾ നൈറ്റ് ആയാലും രാവിലെ ആയാലും കുറേ എന്താ പറയുക വിഷമങ്ങളൊക്കെ സഹിച്ചിട്ടാണ് യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നില്ലേ, രാത്രി അവിടെ നാട്ടിൽ നിന്ന് ട്രെയിനിന് പോന്നിട്ട് ഇപ്പോൾ രാവിലെ ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ കുറച്ച് നേരം ഇത്രയൊക്കെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാവും കുറച്ച് നേരത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ തന്നെ എല്ലാ വേഷമൊക്കെ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ എനിക്കിതൊരു പുതിയ കാഴ്ച, പുതിയ അനുഭവമാണ്. കേരള സംസ്ഥാന വകുപ്പിൻ്റെ ഓണം വാരാഘോഷം നടക്കുന്ന ഇടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫ്ലോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ഓണം നമ്മുടെ കേരളത്തിൻ്റെ വേഷങ്ങളൊക്കെ ധരിച്ച് സെറ്റ് സാരി കൊടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് ഒരു ടീം നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്ലാമറസ് ആയിട്ട് നിൽക്കുന്നവരെ കണ്ടിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് വന്ന് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു GST ഡിപ്പാർട്ട്മെൻറ്റ്. ശരിക്കും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ഗ്ലാമറസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഈ ഫ്ലോട്ടിൻ്റെ ഭാഗമായപ്പോൾ? ഫ്ലോട്ടിൻ്റെ ഭാഗമായാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇന്ന് എന്താണ് നിങ്ങളുടെ തീം? നമ്മുടേത് നികുതി നമുക്കും നാടിനും എന്നുള്ള ഒരു തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ GST ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഒന്നുകൂടി തിളങ്ങുന്ന ഒരു സമയമാണ് അല്ലേ? ഒരുപാട് നികുതി കുറച്ചു, GSTക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നിങ്ങളുടെ ഈ ഒരു പ്ലോട്ടിനെ ജനങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? നികുതി സെപ്റ്റംബർ 22 മുതലാണ് പുതിയ പരിഷ്കരണങ്ങൾ വരുന്നത്. വില കുറയുന്നതാണ് സാധ്യത. ചില സാധനങ്ങളെല്ലാം 18 എന്നുള്ളത് 12 വരും. 12 5%. 5ഉം 18 മാത്രമാണ് ഇനി ഉള്ളത്. 12 ഇല്ല. 12 28 18 വരും. 12 5 വരും. നല്ല ഗ്ലാമർ ആയിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. GST എന്ന ഗ്ലാമർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ ജോയിൻ ചെയ്തത് ഈ മാസം ജോയിൻ ചെയ്തേ ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് GST പ്രതികരിച്ച് ഇവിടെ വരാനും ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാകാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമാണ്.